നമസ്കാരം. പെരുന്നയിലെ രാജാവ് നഗ്നനാണ്. ഇനി പടിയിറക്കത്തിന്റെ കാലമാണ്. മുഖ്യമന്ത്രിയെ കാണാൻ സമുദായ രാജാക്കൾ കൂട്ടത്തോടെ എത്തുന്ന കാലം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കടുത്ത വിമർശനവുമായിട്ട് ഗാനരചയിതാവും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെയായ ശ്രീകുമാരൻ തമ്പി വന്നിരിക്കുന്നു. പെരുന്നയിൽ വാഴുന്ന രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും വിളിച്ചു പറയണ്ടേ? ഏതെങ്കിലും നായൻ തന്നെ അത് വിളിച്ചു പറയുകയും വേണം. ഇനി അതുകൊണ്ട് തന്നെ നായന്മാർ ഇത്തരത്തിൽ വിളിച്ചു പറച്ചിലുകൾ തുടങ്ങിയാൽ പിന്നെ പെരുന്നയിലെ രാജാവിന് പടിയിറക്കത്തിന്റെ കാലമാണ്. പടിയിറങ്ങുകയാണ് ഇനി ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി VD സതീശന് പറവൂർ പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അതിൽ പറയുന്നത് NSS നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ പെരുമാറുന്നത് രാജാവിനെ പോലെയാണ് എന്നാണ്. ഇത് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനമാണ് കേട്ടോ. അതേസമയം മുഖ്യമന്ത്രി ഒരു അത്ഭുതമാണ് എന്ന് കൂടി ശ്രീകുമാരൻ തമ്പി പറയുന്നു. NSS നേതൃസ്ഥാനത്തിരിക്കുന്നയാൾ രാജാവിനെ പോലെ പെരുമാറേണ്ടതുള്ളൂ. അങ്ങനെ പെരുമാറുന്ന ആൾ മന്നം വിഭാവന ചെയ്ത ഏതെങ്കിലും സാഹചര്യത്തോടോ അഭിപ്രായത്തോടോ യോജിക്കുന്ന ആളാണോ? ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പെരുമാറുന്നത് രാജാവിനെ പോലെയാണ്. മന്നം പറഞ്ഞു വെച്ച വഴികളിലൂടെ നടക്കാൻ കഴിയാത്ത രാജാവാണ് സുകുമാരൻ നായർ. മുഖ്യമന്ത്രി VD സതീശന് ആ പൗരാവലിയുടെ സ്വീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെ കൃത്യമായും വളരെ കണിശമായിട്ടും ചിലത് പറഞ്ഞു വെക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു ശ്രീകുമാരൻ തമ്പി. അപ്പോൾ NSS എന്ന് പറയപ്പെടുന്ന ആ സംഘടനയ്ക്ക് മന്നത്ത് പത്മനാഭൻ ഇട്ട പേര് നായർ ഭൃത്യജന സംഘം എന്നാണ്. ഇതാണ് പിന്നീട് ഈ നായർ സർവീസ് സൊസൈറ്റി ആയിട്ട് മാറിയത് എന്നുള്ളത്. ഭൃത്യജന സംഘമായി തുടങ്ങിയ ആ സംഘടന ഇപ്പോൾ എന്തവസ്ഥയിലാണ്? അവിടെ കസേരയിലിരിക്കുന്ന ഉന്നതൻ നായർ സമുദായത്തിലെ ഭൃത്യനായിട്ടാണോ പെരുമാറുന്നത് എന്നുള്ളതാണ്. അല്ല, രാജാവായിട്ടാണ് പെരുമാറ്റം. നമ്മുടെ സാമൂഹിക കക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാജയമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജനങ്ങളായിരിക്കണം നമ്മുടെ മുമ്പിൽ. ജനങ്ങളില്ല എങ്കിൽ ഒരു നേതാവുമില്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ മന്ത്രിയുമില്ല, മുഖ്യമന്ത്രിയുമില്ല. അതുകൊണ്ട് ഒരു സമുദായത്തിനെ ഭൃത്യ സമുദായമായി കണ്ടുകൊണ്ട് ഈ ഭൃത്യജന സംഘം എന്ന പേരിൽ വന്ന നായർ സൊസൈറ്റി ആയി രൂപാന്തരം പ്രാപിക്കപ്പെട്ട ആ സംഘടനയെ, അതിനെ നയിക്കാൻ പോകുന്ന വളരെ മഹാനായിട്ടുള്ള മന്നത്തിനെ പോലുള്ളവർ കൊണ്ടുവന്ന ആ പ്രസ്ഥാനത്തിനെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ കുമ്പിട്ട് ഓച്ചാനിച്ച് അവർക്ക് വേണ്ടിയിട്ട് വാതുവെച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന് ഒരു സർവീസ് സംഘടനയെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ, ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ തച്ചു തകർക്കുന്നത് ഈ നായന്മാർക്ക് അല്ലെങ്കിൽ ഏതൊരു സംഘടനയാണോ ആ സംഘടനയ്ക്ക് ഭൂഷണമാണോ? ഈ നായരുടെ മാത്രമല്ല, നമുക്ക് പറയുമ്പോൾ ഈ SNDPയുടെ കാര്യവും പറയണം. അവിടെയുമുണ്ട് ഇതുപോലെ മറ്റൊരു രാജാവ്. കോമാളി വേഷം കെട്ടിയാടുന്ന ഇത്തരത്തിലുള്ള രാജാക്കന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വെക്കുന്നത് അത്തരത്തിലാണ്. ഇവിടുത്തെ സാമൂഹ്യ കക്ഷികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പരാജയമായി മാറുന്നതാണ് ഇത്തരത്തിലുള്ള രാജാക്കന്മാരുടെ ഉദയത്തിന് കാരണം. ഇവരുടെയൊക്കെ പടിവാതിൽക്കൽ തന്നെ നിൽക്കുകയും തിണ്ണ നിറങ്ങുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ഉള്ളത് കൊണ്ടാണ് ഇവന്മാർക്ക് അഹങ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ജനങ്ങളാണ് എല്ലാത്തിൻ്റെയും പരമാധികാരി. നമ്മൾ ജനങ്ങൾക്ക് മുൻപിലെത്തുക. ആ ജനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നേതാവും ഉണ്ടാകില്ല, ഒരു മന്ത്രിയും ഉണ്ടാകില്ല. മാത്രമല്ല VD സതീശൻ എന്ന നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ഒരു അത്ഭുതമാണ് എന്ന് പറയാൻ തമ്പി ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇത്രയധികം ജനപ്രീതി നേടിയ മറ്റൊരാളും ചിലപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കൂടി ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വെക്കുന്നു. ആ ജനപ്രീതി അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും ഉണ്ടായതാണ് എന്നുകൂടി പറയുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ അത് 4 വഴികളിലൂടെ കടന്നു പോകണമെന്നും, 1 എന്ന് പറയപ്പെടുന്ന ശ്രദ്ധയാണ്, 2 യജ്ഞമാണ്, 3 ഉപാസനയാണ്, 4 നമ്മൾ എത്തിച്ചേരുന്ന ജ്ഞാനാധികാരം. അതാണ് പരമമായ പദവി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് ശ്രദ്ധയാണ്. എന്താണോ തന്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ശ്രദ്ധ വെക്കുക. രണ്ടാമതായിട്ടുള്ള യജ്ഞമാണ്. ആഗ്രഹിച്ചാൽ മാത്രം ഒന്നും നേടാൻ സാധ്യമല്ല, നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. ആ യജ്ഞം നിസ്സാരമല്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും, ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരും. എന്നാലും ഒട്ടും പതറാതെ തന്റെ ലക്ഷ്യത്തിൽ മുന്നേറാനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ഉപാസനയാണ്.
നമ്മുടെ ലക്ഷ്യത്തെ ഉപാസിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ജ്ഞാനാധികാരം എന്ന പദവിയിലെത്തും. അത് ജ്ഞാനത്തിൽ നിന്ന് നമ്മൾ നേടുന്ന അധികാരമാണ്. അപ്പോൾ ഇങ്ങനെ ശ്രീകുമാരൻ തമ്പി അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ അതിനകത്ത് ഉദാഹരണമായി പറഞ്ഞു വെക്കാൻ അദ്ദേഹം നോക്കുന്നത് മോഹൻലാലിനെ കുറിച്ചാണ്. ശ്രദ്ധയും യജ്ഞവും ഉപാസനയും കൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇന്നും ഇത്രയും തിരക്കിലും രാവിലെ ഒരു ഷോട്ട് എടുക്കണമെന്ന് ലാലിനോട് പറഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് 6 മണിക്ക് ലൊക്കേഷൻ എത്തിച്ചേർന്നിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ വളരെ കൃത്യമായിട്ട് ഓർത്തു വച്ച് പറയുകയാണ് ശ്രീകുമാരൻ. അവിടെ അദ്ദേഹത്തിന് പ്രശസ്തിയോ സമയക്കുറവോ ഒന്നും തന്നെ പ്രശ്നമാകുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ തന്റെ കർമ്മപഥത്തിൽ യാതൊരു പതർച്ചയും ഇല്ലാതെ നീങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞു വെക്കാൻ ശ്രീകുമാരൻ തമ്പി ശ്രമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ യാത്രയിൽ തനിക്ക് പറയാനുള്ളത് ഇതാണ്: കീപ് ഓൺ ജമ്പിങ്. കാരണം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയത്തെയും മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന നിശ്ചിതമായിട്ടുള്ള നിലപാടുകളെയും വളരെ കൃത്യമായിട്ട് പ്രകീർത്തിക്കുവാൻ ആദ്യത്തെ ഈ സമയത്തിന് അദ്ദേഹത്തിന് കഴിയുന്നു. അതായത് ശ്രീകുമാരൻ തമ്പിയെ പോലുള്ള ആൾക്കാർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇവിടെ പെരുന്നേലെ രാജാവ് നഗ്നനാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ പെരുന്നേലെ മഹാനായിട്ടുള്ള രാജാവ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കണിച്ചുകുളങ്ങര രാജാവും അത്തരത്തിൽ തന്നെയാണ്. ഇതുകൂടി പറഞ്ഞ് പൂർത്തിയാക്കിയാലേ ഈ രാഷ്ട്രീയ അധ്യായം പൂർത്തിയാകൂ എന്നുള്ളതാണ്. 2024 തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ വിലപേശലുകൾ നടത്തിക്കൊണ്ടിരുന്ന ചില സമുദായ നേതാക്കന്മാരുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതിൽ പെരുന്നേല് രാജാവും കണിച്ചുകുളങ്ങര രാജാവും ഒരു വഴിയിലായി എന്നുള്ളതാണ്. സന്തോഷിക്കാം. കാരണം ഇവന്മാരുടെ തിണ്ണ നിരങ്ങാതെ രാഷ്ട്രീയത്തിൽ ജനങ്ങൾ നൽകിയ വോട്ടിനാൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയോടുകൂടിയും ഒപ്പം തന്നെ ഇനിയുള്ള കാലം ഇവന്മാരുടെ തിണ്ണ നിരങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ടും നിലപാടുകളോടുകൂടിയും സതീശന് മുന്നോട്ട് പോകാം. അത് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തെ സാധൂകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. പെരുന്നേലെ രാജാവും കണിച്ചുകുളങ്ങര രാജാവും നഗ്നനാണ് എന്ന് പറയുവാൻ നായന്മാരും ഈഴവന്മാരും ശ്രമിക്കട്ടെ. ഇനി ഈ രാജാക്കന്മാരുടെ പടിയിറക്കത്തിന്റെ കാലമാകട്ടെ.